ആഗസ്റ്റ് 8 വിശുദ്ധ ഡൊമിനിക്. വിശുദ്ധ ഡൊമിനിക് സ്പെയിനിൽ കാസ്റ്റീൽ എന്ന പ്രദേശത്ത് ഒരു പ്രഭു കുടുംബത്തിലാണ് ജനിച്ചത്. ഡൊമിൻഗോ എന്ന സ്പാനിഷ് നാമത്തിന്റെ അർത്ഥം ഞാൻ ദൈവത്തിൻ്റെതാണ് എന്നാണ്. അമ്മ മകനെ ഭക്തമുറകളും പ്രായശ്ചിത്തങ്ങളും അഭ്യസിപ്പിച്ചു. അക്കാലത്ത് ലഭിക്കാവുന്ന ഏറ്റവും ഉത്തമ വിദ്യാഭ്യാസമാണ് ഡൊമിനിക്കിന് ലഭിച്ചത്. പഠനകാലത്ത് 21-ാമത്തെ വയസ്സിൽ നാട്ടിൽ ഒരു ക്ഷാമമുണ്ടായപ്പോൾ സ്വന്തം പുസ്തകങ്ങളും കൂടി വിറ്റ് ഡൊമിനിക്ക് ദരിദ്രരെ സഹായിച്ചു. 25-ാമത്തെ വയസ്സിൽ ഓസ്മ എന്ന പ്രദേശത്തെ കാനൻസിന്റെ സുപ്പീരിയറായി. ഫ്രാൻസിൽ തന്റെ ബിഷപ്പിന്റെ കൂടെ ഒരു യാത്ര ചെയ്ത് ആൽബിജൻസിയൻ പാഷണ്ഡത വരുത്തിക്കൂട്ടിയിരുന്ന നാശം അദ്ദേഹം നേരിൽ കണ്ടു. ശേഷം ജീവിതം പാഷണ്ഡികളുടെ മാനസാന്തരത്തിനും വിശ്വാസ സംരക്ഷണത്തിനുമായി അദ്ദേഹം ചെലവഴിച്ചു. ഇതിനായി അദ്ദേഹം 3 സന്യാസ സഭകൾ സ്ഥാപിച്ചു. ചെറിയ പെൺകുട്ടികളെ പാഷണ്ഡതയിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ സ്ത്രീകൾക്കായി ഒരു സഭ ആദ്യം അദ്ദേഹം തുടങ്ങി. അക്കാലത്ത് ഭക്തരായ ചിലർ അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി. അവരെ എല്ലാം ചേർത്ത് ഫ്രയർ പ്രീച്ചേഴ്സ്, പ്രഭാഷക സഹോദരർ എന്ന പേരിൽ വേറൊരു സഭ ആരംഭിച്ചു. പിന്നീട് കുടുംബജീവിതം നയിക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി 3-ാം സഭ ആരംഭിച്ചു. ദൈവം പുതിയ സഭയെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. അത് അതിവേഗം ഫ്രാൻസ്, ഇറ്റലി, ഇംഗ്ലണ്ട്, സ്പെയിൻ മുതലായ രാജ്യങ്ങളിൽ വ്യാപിച്ചു. 1214 പ്രൗവിൽ എന്ന സ്ഥലത്തുണ്ടായിരുന്ന ദൈവമാതാ ദേവാലയത്തിൽ മുട്ടുകുത്തി തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട് ജപമാല നൽകിക്കൊണ്ട് അത് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടു. പാഷണ്ഡികൾ അദ്ദേഹത്തെ വധിക്കാൻ പോലും പരിശ്രമിച്ചെങ്കിലും അവസാനം പാഷണ്ഡത തകർന്നു. രാത്രി പ്രാർത്ഥനയിലാണ് അദ്ദേഹം ചെലവഴിച്ചിരുന്നത്. രാവിലെ എഴുന്നേറ്റ് രക്തം പൊടിയുന്നതുവരെ സ്വശരീരത്തിൽ ചമ്മട്ടി കൊണ്ടടിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അനേകരെ മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ജപമാല ഭക്തിയും എരിയുന്ന വാഗ്വിലാസവും ജീവിത വിശുദ്ധിയുമാണ് പാഷണ്ഡികളുടെ മാനസാന്തരത്തിന് വഴിതെളിച്ചത്. ക്ഷീണിതനായി 1221 ആഗസ്റ്റ് 6-ാം തീയതി വിശുദ്ധ ഡൊമിനിക് അന്തരിച്ചു. 1234 ജൂലൈ 13-ന് അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. അന്യായമായി കുറ്റം ചുമത്തപ്പെടുന്ന നിഷ്കളങ്കരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ഡൊമിനിക്. പ്രാർത്ഥന. ജപമാല ഭക്തിയും എരിയുന്ന വാഗ്വിലാസവും ജീവിത വിശുദ്ധിയും വഴി അനേകം പാഷണ്ഡികളെ മാനസാന്തരത്തിലേക്ക് നയിച്ച വിശുദ്ധ ഡൊമിനിക്കെ, തെറ്റായ പ്രബോധനങ്ങൾ വഴി ക്രിസ്തുവിന്റെ ആലയിൽ നിന്നും കുഞ്ഞാടുകളെ അകറ്റുവാൻ പരിശ്രമിക്കുന്നവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഡൊമിനിക് ഒരിക്കൽ പരിശുദ്ധ ജപമാലയെക്കുറിച്ച് പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പൈശാചിക ബന്ധനമുണ്ടായിരുന്ന ഒരുവനെ അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഈ പാവ മനുഷ്യനിൽ 15,000 പിശാചുക്കൾ ഉണ്ടായിരുന്നു. വിശുദ്ധ ഡൊമിനിക് തന്റെ ജപമാല ആ മനുഷ്യന്റെ കഴുത്തിലിട്ടു. സ്വർഗത്തിലെ സകല വിശുദ്ധരിലും വെച്ച് അവർ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ആരെയാണെന്നും അതുകൊണ്ട് തന്നെ മനുഷ്യരാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ടതും ആദരിക്കപ്പെടേണ്ടതും ആരാണെന്നും തന്നോട് പറയുവാൻ അദ്ദേഹം പിശാചുക്കളോട് ആവശ്യപ്പെട്ടു. ഇതു കേട്ട അശുദ്ധാത്മാക്കൾ ഭീതിപ്പെടുത്തുന്ന വിധം അലമുറയിടാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ സഹതാപം തോന്നിപ്പിക്കുന്ന വിധത്തിൽ വിതുമ്പിക്കരഞ്ഞു. പക്ഷേ വിശുദ്ധ ഡൊമിനിക്കിന് ഒരു ഭാവവ്യത്യാസവുമില്ലെന്ന് കണ്ടപ്പോൾ അവ ഹൃദയഭേദകമായ ഒരു സ്വരത്തിൽ കേണപേക്ഷിച്ചു. ഡൊമിനിക്, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങൾ ഒരിക്കലും അങ്ങയെ വേദനിപ്പിക്കുകയില്ലെന്ന് വാക്കു തരുന്നു. പക്ഷേ ഡൊമിനിക് പിന്മാറിയില്ല. തന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ അവയെ വിട്ടയക്കുകയില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. വിശുദ്ധ ഡൊമിനിക് പരിശുദ്ധ അമ്മയുടെ സഹായം തേടി. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ദുഷ്ടാരൂപികളെ പ്രകരിച്ച് തന്റെ ദാസനായ ഡൊമിനിക്കിന് ഉത്തരം നൽകുവാൻ അവയോട് കൽപ്പിച്ചു. അവ ഉത്തരം പറയുവാൻ തുടങ്ങി. ക്രിസ്ത്യാനികളെ, ശ്രദ്ധിച്ചു കേൾക്കുക. യേശുക്രിസ്തുവിന്റെ മാതാവ് സർവശക്തയാണ്.
അവൾക്ക് തന്റെ ദാസരെ നരകത്തിൽ പതിക്കുന്നതിൽ നിന്നും രക്ഷിക്കാനാകും. അവളാണ് ഞങ്ങളുടെ കെണികളെ തകർക്കുന്നത്, ഞങ്ങളുടെ പ്രലോഭനങ്ങളെ നിഷ്ഫലമാക്കുന്നത്. അവളുടെ ശുശ്രൂഷയിൽ യഥാർത്ഥത്തിൽ നിലനിന്ന ഒരൊറ്റ ആത്മാവും ഒരിക്കലും ഞങ്ങളോടൊപ്പം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടില്ല എന്ന് വിമുഖതയോടെയാണെങ്കിലും ഞങ്ങൾക്ക് പറയേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ തൃത്വത്തിന് അവൾ സമർപ്പിക്കുന്ന ഒരേ ഒരു നെടുവീർപ്പ് സകല വിശുദ്ധരുടെയും സകല പ്രാർത്ഥനകളെക്കാളും ആഗ്രഹങ്ങളെക്കാളും കൂടുതൽ വിലയുള്ളതാണ്. സ്വർഗത്തിലെ സകല വിശുദ്ധരെയേക്കാൾ ഞങ്ങൾ അവളെ ഭയപ്പെടുന്നു. അവളുടെ വിശ്വസ്തരായ ദാസരുടെ പക്കൽ ഞങ്ങൾക്കൊരു വിജയവുമില്ല. മരണസമയത്ത് അവളെ വിളിച്ചപേക്ഷിക്കുന്ന ഒട്ടേറെ ക്രിസ്ത്യാനികൾ യഥാർത്ഥത്തിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ടവരാണെങ്കിൽ പോലും അവളുടെ മധ്യസ്ഥത്താൽ രക്ഷിക്കപ്പെടുന്നു. മറിയം ഞങ്ങൾക്കെതിരായി നിന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ എത്രയോ നാൾ മുമ്പേ സഭയെ കീഴടക്കി അതിനെ നശിപ്പിച്ചിട്ടുണ്ടാകുമായിരുന്നു. ജപമാല ചൊല്ലുന്നതിൽ സ്ഥിരതയോടെ നിലനിൽക്കുന്നവരാരും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല. കാരണം ജപമാലയിലൂടെ അവൾ നൽകുന്ന മനസ്താപത്തിലൂടെ അവർ ദൈവത്തിന്റെ പാപപൂർത്തിയും കാരുണ്യവും നേടും. തുടർന്ന് വിശുദ്ധ ഡൊമിനിക് ജനക്കൂട്ടത്തോട് ചേർന്ന് വളരെ ഭക്തിയോടെ ജപമാല ചൊല്ലി. ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിയപ്പോഴും പിശാചിന്റെ ആവേശനമുണ്ടായിരുന്ന ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ചുട്ടുപഴുത്ത കൽക്കരിയുടെ രൂപത്തിൽ ഓരോ വലിയ കൂട്ടം പിശാചുകൾ പുറത്തു പോകുവാൻ തുടങ്ങി. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കി ജപമാലയുടെ യഥാർത്ഥ ശക്തി തിരിച്ചറിഞ്ഞ് അമ്മയോട് പ്രാർത്ഥിക്കാം.